ക്ലീനിങ് പരിപാടിയും ഇതുപോലെ റീഅറേഞ്ച്മെന്റ് ഒക്കെ ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ പോലും ആഫ്റ്റർ ഡെലിവറി അതിനുള്ള സമയവും ഇല്ല, ആരോഗ്യവും ഇല്ല. കുറച്ചൊന്ന് പണിയെടുക്കുമ്പോഴത്തേക്ക് തന്നെ മൊത്തത്തെ ക്ഷീണിക്കും. അതുകൊണ്ട് എന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാൻ തന്നെ ഡെസ്റ്റിനോ ക്ലീനിങ് സൊല്യൂഷനിലേക്ക് വിളിച്ചു. അവരാണെങ്കിൽ വരുന്നോ കണ്ടു, സടപടയെന്ന് പണി തുടങ്ങുന്നോ കണ്ടു. വീട്ടിൽ എവിടെയൊക്കെ വൃത്തിയാക്കാൻ പറ്റുമോ അവിടെയൊക്കെ അവരുടെ കയ്യെത്തുന്നുണ്ട്. സ്റ്റെയറിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ജനൽ കമ്പി മുതൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ, എന്തിന് ബൾബ് പോലും അവർ നോക്കി നോക്കി ക്ലീൻ ചെയ്യുന്നുണ്ട്. അടുക്കളയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഷെൽഫൊക്കെ എന്റെ പൊന്നോ അത്രയും തുടച്ച് മിനുക്കുന്നുണ്ട്. സിങ്ക്, ഫ്രിഡ്ജ് തുടങ്ങിയിട്ട് പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് മൊത്തത്തിൽ ഒഴിച്ചിട്ടാണ് അടുക്കള ക്ലീൻ ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് റൂമിലേക്ക് വന്ന സമയത്താണെങ്കിൽ കട്ടിലൊക്കെ എടുത്തിട്ട് അതിന്റെ പുറത്തും അകത്തൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ഫ്ലോറൊക്കെ നല്ല ക്വാളിറ്റി സ്മെല്ലുള്ള ലിക്വിഡ് ഒഴിച്ചിട്ട് മെഷീനൊക്കെ ഉപയോഗിച്ചാണ് കഴുകിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലമായിട്ടുള്ള കലകളൊക്കെ നല്ല വൃത്തിയാക്കി വെടിപ്പാക്കി തന്നു. അതിന്റെ ഇടയ്ക്ക് എന്റെ തയ്യൽ മെഷീനും ടേബിൾ ഫാനും സീലിംഗ് ഫാനൊക്കെ ക്ലീൻ ചെയ്യുന്നത് കണ്ടു. എന്താണെങ്കിൽ ഇതൊക്കെ കണ്ടോണ്ട് വന്ന ഏട്ടൻ ചോദിക്കാണ് എന്താ ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഒരു കല്യാണത്തിന്റെ ഒരുക്കം പോലെ ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ സൂം ചെയ്ത് നോക്കിയാൽ പോലും ഒരു പൊടിയോ കറിയോ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ഇവർ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ അതിലും വൃത്തിയായിട്ട് റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലോറിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റൂല. ഇവര് മെഷീനൊക്കെ കൊണ്ട് ക്ലീൻ ചെയ്തോണ്ടാന്ന് തോന്നുന്നു ചവിട്ടുന്ന സമയത്ത് നല്ല പഞ്ഞിയിൽ ചവിട്ടുന്ന പോലെ ഉണ്ട്. അതൊക്കെ പോട്ടെ, ബാത്റൂം വേറെ ആളെ കണ്ട് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവര് നിർബന്ധത്തിന് കഴുകി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വൃത്തിയായിട്ട് എന്താണെങ്കിലും എനിക്ക് കഴുകാൻ പറ്റൂല എന്നുള്ളത്. എന്റെ ഒരു അഭിപ്രായത്തിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ ഒരുപാട് നാളായിട്ട് അടച്ചിട്ടിരിക്കുന്ന വീടൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. എന്താണെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ.